Good morning, students. Today we are going to study a new lesson from your textbook, Vasant Bhagdo Neelakant. In our last class, we studied the lesson Ek Tinka, Ek Choti Si Kavita. ഒരു സ്മോൾ പോയം അല്ലെ, ഒരു കുഞ്ഞു പോയം നമ്മൾ പഠിച്ചു, ഏക് തിൻക എന്ന് പറയുന്ന കവിത അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് വലിയൊരു കഥയാണ്, ഒരു സ്റ്റോറിയാണ്. ലെസൺ നെയിം, പാഠം, ഇതിന്റെ പേരെന്താണ്? നീലകണ്ഠൻ. നീലകണ്ഠൻ എന്ന് കേട്ടിട്ടുണ്ടോ? നീലകണ്ഠൻ എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? നമ്മുടെ പേരൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, ആളുകളുടെ പേര് നീലകണ്ഠൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നീലയായ കണ്ഠമുള്ളവൻ. കണ്ഠം എന്താണ്? കണ്ഠം? കണ്ഠം മീൻസ് എന്താ? കഴുത്ത് അല്ലേ. നീലയായ കഴുത്തോട് കൂടിയവനെയാണ് നീലകണ്ഠൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കഥകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ആരെയാണ് നീലകണ്ഠൻ എന്ന് വിളിക്കുന്നത്? മഹാദേവനെ അല്ലേ, പരമശിവനെയാണ് നീലകണ്ഠൻ എന്ന് വിളിക്കുന്നത്. കേട്ടിട്ടുണ്ടോ? അങ്ങനെ കഥകൾ കേട്ടിട്ടുണ്ടോ? മഹാദേവൻ, പരമശിവനെയാണ് നീലകണ്ഠൻ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? കഥ കേട്ടിട്ടുണ്ടല്ലോ, പണ്ട് ദേവാസുര യുദ്ധം കഴിഞ്ഞിട്ട് അമൃതൊക്കെ കൊണ്ട് ദേവന്മാർക്ക് ജരാനരകളൊക്കെ ബാധിച്ചു. അത് പോകാനായിട്ട് പാലാഴി കടഞ്ഞ് അമൃതം എടുക്കാൻ പോയി. ആ സമയത്ത് പാലാഴി കടയുന്ന സമയത്ത് പല പല സാധനങ്ങളാണ് പാലാഴിയിൽ നിന്ന് പൊങ്ങി വന്നത്. അങ്ങനെ വന്നപ്പോൾ അമൃത് വന്നു, കുറേ ദേവസുന്ദരിമാർ വന്നു, കുറേ കൽപ്പവൃക്ഷം, കുറേ സാധനങ്ങൾ വന്നു, കാമധേനു അല്ലേ. അപ്പോൾ അതിൽ ഒരു കാളകൂടം എന്ന് പറയുന്ന ഒരു വിഷം കൂടി വന്നു. അപ്പോൾ ആ വിഷം ഇങ്ങനെ ഭൂമിയിലോട്ട് പതിച്ചു കഴിഞ്ഞാൽ ഭൂമി നശിച്ചു പോകുമെന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്തു? പരമശിവൻ പെട്ടെന്ന് കയറി അതെടുത്തിട്ട് വിഴുങ്ങുമ്പോഴത്തേക്കും പാർവതി ദേവി എന്ത് ചെയ്യും? പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുകയോ, വിഴുങ്ങരുത്, ഇത് വിഴുങ്ങിയാൽ അങ്ങ് മരിച്ചു പോകുമെന്ന് പാർവതി ദേവി ഇങ്ങനെ കയറി പിടിക്കുമ്പോഴേക്കും ഇത് തൊണ്ടയിൽ തന്നെ അവിടെ ഇങ്ങനെ ഇതായി പോകും. അങ്ങനെയാണ് മഹാദേവന് നീലകണ്ഠൻ എന്ന പേരായത്, കണ്ഠം നീലയായത്. അങ്ങനെയാണെന്നാണ് കഥയിൽ ഞാൻ കേട്ടിട്ടുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തോ സ്റ്റോറി കേട്ടിട്ടുണ്ടോ? ഇപ്പം ഇവിടെ നമ്മൾ പഠിക്കുന്ന ഈ കഥയിൽ നീലകണ്ഠൻ എന്നുള്ള ആ സ്റ്റോറി നമ്മൾ ഇവിടെ നോക്കാം. ഒരു ഹിന്ദിയിലെ പ്രസിദ്ധയായ എഴുത്തുകാരി മഹാദേവി വർമ്മയുടെ ഒരു രേഖാചിത്രമാണ് നീലകണ്ഠൻ. രേഖാചിത്രം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചില കഥകൾ വായിക്കുമ്പോൾ ചില ജീവികളുടെ ജീവിതകാലം മുഴുവനും അതിനകത്ത് കാണും അല്ലേ. അതിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള സമയം അതിനകത്ത് ആ കഥകളായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഒരു ജീവിയെ കിട്ടിയത് മുതൽ അതിൻ്റെ അവസാന കാലം വരെയുള്ള കഥ നമ്മൾ പഠിക്കുന്ന ഈ പാഠത്തിൽ ഉണ്ട്. അപ്പോൾ നീലകണ്ഠൻ ആരാണെന്നും എന്താണ് ഈ സ്റ്റോറിയുടെ കണ്ടന്റ് എന്ന് നമുക്ക് നോക്കാം. उस दिन एक अतिथि को स्टेशन पहुंचाकर मैं लौट रही थी. പറഞ്ഞു, ലേഖികയുടെ പേരെന്താണ്? മഹാദേവി വർമ്മ. ഉസ് ദിൻ, വഹ് ദിവസ്, ഏതാണ്? ആ ദിവസം, ദാറ്റ് ഡേ, ആ ദിവസം. അതിഥി കോ സ്റ്റേഷൻ പहुंचाकर, അതിഥി മീൻസ് എന്താ? ഗസ്റ്റ് അല്ലേ. ഗസ്റ്റിനെ സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ട് മേം ലൗട്ട് രഹി തീ. ലൗട്ട് രഹ്ന മീൻസ് ടു റിട്ടേൺ ടു ഹോം. എങ്ങനെയാണ്? വീട്ടിലേക്ക് മടങ്ങി വരിക. അപ്പോൾ വീട്ടിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് മേം, ആരാണ്? മേം. മേം മീൻസ് ഇവിടെ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? മേം കിസ്കെ ബാരെ में कहा गया है? महादेव वर्मा के बारे में. और चिड़ियों और खरगोशों की दुकान का ध्यान आ गया. പെട്ടെന്ന് എനിക്ക് ഈ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ വിൽക്കുന്ന ആ പെറ്റ് ഷോപ്പ് ഉണ്ടല്ലോ, അതെനിക്ക് ഓർമ്മ വന്നു. और मैंने ड्राइवर को उसी ओर चलने का आदेश दिया. ഞാൻ ഡ്രൈവറോട് അങ്ങോട്ട് പോകാനായിട്ട് നിർദ്ദേശം കൊടുത്തു. ഞാൻ മീൻസ് ആരാണ്? മഹാദേവി വർമ്മ. बड़े मियाँ चिड़िया वाले की दुकान के निकट पहुँचते ही उन्होंने सड़क पर आकर ड्राइवर को रुकने का संकेत दिया. അപ്പോൾ ഞാൻ പെറ്റ് ഷോപ്പിലെത്തിയപ്പോൾ ആ പെറ്റ് ഷോപ്പിൻ്റെ ഓണർ ഉണ്ടല്ലോ, ഓണർ ഓടി വന്നിട്ട് സടക് പർ, റോഡിൽ കാർ നിർത്താനായിട്ട് ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുത്തു. മേരെ കോയി പ്രശ്ന കർക്കെ പഹലെ ഹി ഉന്നോനെ കഹന ആരംഭിക്കുക. ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എന്നോട് പറയാൻ ആരംഭിച്ചു. സലാം ഗുരുജി, പിछली बार आने पर अपने मोर के बच्चों के लिए पूछा था. നമസ്കാരം ഗുരു, അങ്ങ് കഴിഞ്ഞ തവണ വന്നപ്പോൾ മയിലിൻ്റെ കുഞ്ഞുങ്ങളെ ചോദിച്ചില്ലായിരുന്നോ? शंकरगढ़ से एक चिड़ी मार दो मोर के बच्चे पकड़ लाया है. एक मोर है, एक मोरनी. അപ്പോൾ ശങ്കർഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു വേട്ടക്കാരൻ ഒരു മയിൽക്കുഞ്ഞിനെ, 2 മയിൽക്കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നിട്ടുണ്ട്. ഒന്ന് പെൺമയിലും ഒന്ന് ആൺമയിലുമാണ്. ആ പാലിനെ താങ്കൾ കൊണ്ടുപോയി വളർത്തിക്കോളൂ. മോർക്കെ പഞ്ചോസെ ദവാ ബെട്ടി ഹേ. ഇന്ന് മയിലിൻ്റെ
എന്താണ് മയിൽപ്പീലി കൊണ്ട് എണ്ണയൊക്കെ ഉണ്ടാക്കും. മയിലെണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് റോഡിൽ വിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. സോ ऐसे ही लोग खरीदने आए थे. അങ്ങനെയുള്ള കുറേ പേര് ഇതിനെ വാങ്ങാൻ ഇവിടെ എത്തിയിരുന്നു. ആഖിർ മേരെ സീനെ മേ ഭി തോ ഇൻസാൻ കാ ദിൽ ഹേ. എനിക്കും ഒരു മനുഷ്യ ഹൃദയമല്ലേ ഉള്ളത്, അതുകൊണ്ട് ഞാൻ എന്താണ് അവർക്ക് കൊടുത്തില്ല, ഞാനിത് അങ്ങേക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ് എന്ന് പറഞ്ഞു. മാർനെ കെ ലിയെ സി മാസൂം ചിടിയാ കോ കൈസേ ദൂം. ഈ കുഞ്ഞു പക്ഷികളെ എങ്ങനെയാണ് കൊല്ലാനായിട്ട് കൊടുക്കുക? ടാൽനെ കെ ലിയെ മേനെ കഹ്ദിയ ഗുരുജിനെ മംഗ്വായേ. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ പറഞ്ഞത് ഇത് കൊടുത്തു വെച്ചിരിക്കുകയാണ്, ഗുരുജിക്ക് കൊടുത്തു വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. വൈസേ യഹ് കമ്പത് റോസ്ഗാർ ഹി ഖരാബ് ഹേ ബസ് പക്കടോ പക്കടോ മാരോ മാരോ. അതായത് എന്നും ഇവന്മാരിങ്ങനെ നടന്ന് പിടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ഇതിനെ അങ്ങ് കൊണ്ടുപോയി വളർത്താനായിട്ട് പറഞ്ഞു. ബഡേ മിയാങ്കെ ഭാഷൻ കി തൂഫാൻ മേൽ കെ ലിയെ കോയി നിശ്ചിത സ്റ്റേഷൻ നീക്കി. അതായത് ആ പെറ്റ് ഷോപ്പിന്റെ ഓണറിനെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയ ഒരു സ്റ്റോപ്പും ഇല്ല, നോൺ സ്റ്റോപ്പ് ആണ്. പിന്നെ സുന്നെ വാല ധക്കർ ജഹാ ലോക്ഡേ വഹി സ്റ്റേഷൻ മാനിയ ജാത്താ ഹേ. കേൾക്കുന്നവര് എപ്പോഴാണോ ക്ഷീണിച്ചവിടെ ഇരിക്കുന്നത് അതാണ് അദ്ദേഹത്തിന്റെ സ്റ്റോപ്പ്. സംഭാഷണത്തിന്റെ അവസാനം അതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്ഥിതിസെ പരിചിത ഹോനെ കാരൻ ഹി മേനെ ബീച്ച് മേ ഉനെ ലോകർ പൂച്ച. ഇതെനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു, മോർക്കെ ബെച്ചേ ഹേ കഹാ, മയിൽ കുഞ്ഞുങ്ങൾ എവിടെ? बड़े मियाँ के हाथ संकेत का अनुसरण करते हुए मेरी दृष्टि एक तार के छोटे से पिंजरे तक पहुंची. അപ്പോൾ അങ്ങോട്ട് കൈ കാണിച്ചതനുസരിച്ച് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു കമ്പി കൂട് വെച്ചിരിക്കും. നമ്മൾ സാധാരണ വീടുകളിൽ തത്തയും മൈനയൊക്കെ വളർത്തുന്നത് കമ്പിയുള്ള കൂടുകൾ വെച്ചിട്ടാണ് അല്ലേ. അപ്പം അങ്ങനെ ഒരു കൂട് ഞാൻ കണ്ടു. ജിസ്മേ തീത്രോ കെ സമാൻ ദോ ബच्चे बैठे हैं. पिंजरा इतना संकीर्ण था कि वे पक्षीशावक जाली के गोल फ्रेम में किसी जड़े चित्र जैसे लग रहे थे. അതായത് ആ കുഞ്ഞ് ആ കൂട് ഇത്രയും ചെറുതായിരുന്നു, ആ കുഞ്ഞു പക്ഷികൾക്ക് പോലും അതിനകത്ത് ഇരിക്കാൻ ഏതോ ചിത്രം ഇങ്ങനെ തൂക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. കാരണം അവയ്ക്ക് ചിറകെടുക്കാനോ ചിറകിങ്ങനെ വിടർത്താനോ ഉള്ള സ്വാതന്ത്ര്യമുള്ളതായിരുന്നില്ല ആ കൂട്. मेरे निरीक्षण के साथ साथ बड़े मियाँ की भाषण में चली जा रही थी. ഞാൻ ഇങ്ങനെ പക്ഷികളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെറ്റ് ഷോപ്പിന്റെ ഓണർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈമാൻ കസം ഗുരുജി ചിടി മാർനെ മുസ്സെ ഇസ് മോർ കെ ജോഡെ കോ നഗർ 30 रुपए लिए है. ആ വേട്ടക്കാരൻ എന്നോട് ഈ പക്ഷികൾക്ക് 30 രൂപയാണ് വാങ്ങിച്ചത്. ബാർഹ കഹാ कई जरा सोच तो अभी इनमें मोर की कोई खासियत भी है कि तू इतनी बड़ी कीमत ही मांगने चला, पर वह ऊंची क्यों सुनने लगा? आपका ख्याल करके उतना पता कर देना ही पड़ा. അപ്പോൾ എത്ര എന്താണ് ബാർഗെയിൻ ചെയ്തിട്ട് ഒന്നും തന്നില്ല. കുഞ്ഞു പക്ഷികൾക്ക് 30 രൂപ കൂടുതലാണെന്നൊക്കെ പറഞ്ഞു. പിന്നെയും അവസാനം ഞാൻ അങ്ങേക്ക് വേണ്ടിയിട്ട് ഈ 30 രൂപ കൊടുത്തിട്ട് ഈ സാധനം വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. अब आप जो मुनासिब समझे अस्तु 30 चिड़ी मार के नाम के और 5 बड़े मियाँ के ईमान के देकर जब मैंने वह छोटा पिंजरा कार में देखा तब मानो वह जाली के चौकड़े का चित्र जीवित हो गया. അതായത് 30 രൂപ അയാൾ മുടക്കിയ പൈസയും 5 രൂപ അയാൾക്ക് എക്സ്ട്രായും കൊടുത്ത് 35 രൂപ കൊടുത്തിട്ട് ഞാൻ ആ കൂടെ കാറിലേക്ക് എടുത്ത് വെക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് അതിനകത്തുള്ള സാധനങ്ങൾ ജീവനുള്ളവയാണ്. അത് പതിയെ ചലിക്കാനായിട്ട് തുടങ്ങി. दोनों पक्षी शावकों के छटपटाने से लगता था मानो पिंजरा की सजीव और उड़ने योग्य हो गया है. രണ്ട് പക്ഷികളുടെയും ഇളക്കം കൊണ്ട് തോന്നി എന്താണ് ആ കൂട് സജീവമായി എന്താണ് പറക്കാനായിട്ട് കൂടുമായിട്ട് ഇപ്പോൾ പറക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണെന്ന് തോന്നി. കാർ പहुंचने पर सब कहने लगे. വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു തീത്തർ ഹെമോർ कहकर डर गया है. ഇത് പക്ഷി എന്താണ് ഇതൊന്നും അല്ല, ഇത് വേറെ ഉപ്പൻ കുഞ്ഞൊക്കെ പോലെയുള്ള ചെറിയ വേറെ പക്ഷിയാണ് എന്ന് പറഞ്ഞു. ഇത് മയിലൊന്നും അല്ല. कदाचित अनेक बार ढके जाने के कारण की ढके जाने की बात मेरे छिप जाने की दुर्बलता बन गई है. अप्रसन्न होकर मैंने कहा मोर के क्या सुखा के पर लगे है ഹേ തോ പക്ഷി ഹേ. ഓ മയിൽ അല്ലെങ്കിൽ എന്താ, അതിനെന്താ കൊമ്പ് വേറെ പ്രത്യേകത വല്ലതും ഉണ്ടോ? ഏത് പക്ഷിയായാലും പക്ഷിയല്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരിൽ നിന്ന് രക്ഷപ്പെട്ടു. चिढ़ा दिया जाने के कारण ही संभवतः उन दोनों पक्षियों के प्रति मेरा व्यवहार और यत्न में कुछ विशेषता आ गई. അപ്പോൾ ആ രണ്ട് പക്ഷികളെയും
മറ്റുള്ളവരോട് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടു, സാരമില്ല ഇത് പക്ഷിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് കയർത്തുകൊണ്ട് തന്നെ ആ 2 പക്ഷികളുടെ ഒരു പ്രത്യേക ശ്രദ്ധ എനിക്ക് ഉണ്ടായി. पहले अपने पढ़ने लिखने के कमरे में उनका पिंजरा लेकर उसका दरवाजा खोला. ആദ്യത്തെ ദിവസം ഞാൻ എൻ്റെ എഴുത്തും ഒക്കെ നടക്കുന്ന മുറിയിൽ ഇരുന്നിട്ട് ഞാൻ അതിൻ്റെ കൂട് തുറന്നു. फिर 2 कटोरों में सत्तू की छोटी छोटी गोलियां और पानी रखा. 2 ബൗളുകളിലായിട്ട് ഗ്രെയിൻസും വെള്ളവും ഒക്കെ വെച്ചു കൊടുത്തു. वे दोनों चूहेदानी जैसे पिंजरे से निकलकर कमरे में मानव हो गए. काफी मेज के बीच नीचे घुस गए, काफी अलमारी के पीछे. എലിപ്പെട്ടി പോലെയുള്ള ആ കൂട്ടിൽ നിന്ന് അവർ 2 പേരും ഇറങ്ങി ചിലപ്പോഴൊക്കെ അലമാരയുടെ അടിയിൽ കസേരയുടെ അടിയിലൊക്കെ ഒളിക്കാനായിട്ട് തുടങ്ങി. अंत में इस लुका छिपी से थककर उन्होंने मोर रद्दी कागजों की टोकरी को अपने नए बसेरे का गौरव प्रदान किया. അവർ ഈ ഒളിച്ചുകളിയൊക്കെ ക്ഷീണിച്ചവസാനം എൻ്റെ പേപ്പറുകളൊക്കെ വെക്കുന്ന ബാസ്ക്കറ്റിൽ എന്താണ് അവരുടെ പുതിയ ഇരിപ്പിടം കണ്ടുപിടിച്ചു. 2-4 दिन वे इसी प्रकार दिन में इधर उधर गुप्तवास करते और रात में रद्दी की टोकरी में प्रकट होते रहा. 2-3 ദിവസങ്ങൾ അവർ ഇതുപോലെ ഒളിത്താവളമൊക്കെ കണ്ടെത്തി പാത്തൊക്കെ ഇരുന്നിട്ട് വീണ്ടും അവർ എൻ്റെ ഈ എഴുത്തും വായനയൊക്കെ നടത്തുന്ന പേപ്പറുകളൊക്കെ വെക്കുന്ന കുട്ട അവരുടെ വാസസ്ഥാനമാക്കി. फिर आश्वस्त हो जाने पर कभी मेरे मेज पर, कभी कुर्सी पर और कभी मेरे सिर पर अचानक आगपूर होने लगे. ചിലപ്പോഴൊക്കെ അവർ റിലാക്സ്ഡ് ആയിട്ട് എൻ്റെ കസേരപ്പുറത്തോ എൻ്റെ മേശയുടെ പുറത്തോ അതല്ലെങ്കിൽ എൻ്റെ തലയിലോ ഒക്കെ ചാടി കയറി ഇരിക്കാൻ തുടങ്ങി. ഖിഡ്കിയോമേതോ ജാലി ലഗി തീ, അതായത് അതിന് ജാലി അഴികളുണ്ട്, ജനലുകൾക്ക് അഴികളുണ്ടായിരുന്നു. പർ ദർവാസ മുച്ചെ നിരന്തർ ബന്ദ് രഖ്നാ പഡ്താ താ, പക്ഷേ അതിന് വാതിലുകൾ സദാ എനിക്ക് അടയ്ക്കേണ്ടതായിട്ട് വന്നു. खुला रहने पर चित्रा मेरी बिल इन नवागतों का पता लगा सकती थी और तब उसके शोध का क्या परिणाम होता. എൻ്റെ പ്രിയപ്പെട്ട പൂച്ച ചിത്ര, അവൾക്ക് ഇവരെക്കുറിച്ച് വല്ല അറിവും കിട്ടിയാൽ എന്താകും ഇവരുടെ അവസ്ഥ. यह अनुमान करना कठिन नहीं है. वैसे वह चूहों पर भी आक्रमण नहीं करती, परंतु यहाँ तो 2 सर्वथा अपरिचित पक्षियों की अनधिकार चेष्टा का प्रश्न था. എലികളെയൊന്നും അങ്ങനെ പിടിച്ചവർ പേടിപ്പിക്കാറില്ല, പക്ഷേ ഇവിടെ അപരിചിതരായ 2 പക്ഷികളുടെ പ്രശ്നമാണ്. उसके लिए दरवाजा बंद रहे और ये दोनों उसकी दृष्टि से गौर गौरे मेरी बेस को अपनी सिंहासन बना ले. यह स्थिति चित्रा और जैसी अभिमानी मार्जारी के लिए असह्य कही जाएगी. അതായത് അന്ന് വരെ ചിത്രയായിരുന്നു എൻ്റെ കൂടെ പെറ്റായിട്ട് നടന്നിരുന്നത്. പെട്ടെന്ന് ഇവർ 2 പേരും കയറി എൻ്റെ കസേരപ്പുറത്തും തലയിലും ഒക്കെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപക്ഷെ അവൾക്കത് സഹിക്കണമെന്നില്ല. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പഠിച്ച 2 പേജ് നന്നായിട്ട് വായിക്കാം. ഓക്കെ, ടുഡേ വി ക്യാൻ വൈൻഡ് അപ്പ് ദ ക്ലാസ്.